ക്രിക്കറ്റ് പ്രേമികളൊക്കെ കാത്തിരിക്കുന്ന MPLന്റെ 8ാമത്തെ സീസൺ തുടക്കം കുറിക്കാൻ പോവുകയാണ്. MPLന്റെ ഡയറക്ടറാണ് മിസ്റ്റർ ഷിനോയ് സോമൻ. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടാവും. കാരണം ICCയുടെ ഒരേ ഒരു മലയാളി സ്കോററാണ് ഷിനോയ് സോമൻ. ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരാളില്ല ഈ ഒരു MPLന്റെ ഡയറക്ടർ സ്ഥാനത്തിരിക്കാനായിട്ട്. അപ്പോൾ ഷിനോയ്, എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇതിപ്പോൾ സീസൺ 8 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രത്തോളം എന്താ പറയുക, അത്രയും ഗ്രാൻഡായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുവരുന്നത്? നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ടൂർണമെൻറ്റിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇതിന് മുമ്പും കുറേ ലീഗ്സ് നടന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പേര് വെച്ചുള്ള പല ലീഗുകളിലും നമ്മൾ മറ്റുള്ള നാഷണാലിറ്റീസിനെ അത് ഉൾപ്പെടുത്തുമായിരുന്നു. അപ്പം മറ്റുള്ള നാഷണാലിറ്റിയിൽ നല്ല നല്ല പ്ലേയേഴ്സ് അവർ കളിക്കുന്നു, മലയാളി പ്ലേയേഴ്സ് പുറത്തിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പം നമ്മൾ മലയാളി പ്ലേയേഴ്സിന് മാത്രമായിട്ടൊരു ലീഗ് എന്നുള്ള രീതിയിൽ, പക്ഷേ ഒരുപാട് ചലഞ്ച് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സീസണിലൊക്കെ ഇത്രയും ടീമുകളെ കിട്ടുമോ ഇല്ലയോ, ഇത്രയും മലയാളി പ്ലേയേഴ്സ് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ഭയങ്കര ഒരു ടഫ് ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മൾ ഓക്കെ, എന്തായാലും ഉള്ള ടീമിനെ വെച്ച് തുടങ്ങാമെന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് സീസണിൽ തന്നെ നമുക്ക് 16 ടീം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി, ചെറുതായിട്ട് ചെറിയ ഹോട്ടലുകളിൽ ലോഞ്ച് വെച്ച് 3 സ്റ്റാർ ഹോട്ടലിൽ ലോഞ്ചൊക്കെ വെച്ച് തുടങ്ങി. ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ലോഞ്ച് ചെയ്യുന്ന രീതിയിൽ 8 വർഷം കൊണ്ട് വളരെ ഗ്രാൻഡായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ടൂർണമെന്റ് നല്ല ഹൈപ്പിലാണ് സീസൺ 6, 7. അപ്പോൾ ഇതിന്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ടീമുകൾ ഓരോ കോർപ്പറേറ്റ്സാണ് എടുക്കുന്നത്. അവരെടുത്തിട്ട് അവർ തന്നെയാണ് പ്ലേയേഴ്സിനെല്ലാം കൊണ്ടുവരുന്നത്. നമുക്ക് സീസൺ 4-ലും 5-ലും, അതായത് കോവിഡിന് മുമ്പ് കുവൈറ്റിൽ നിന്നൊരു ഫുൾ ടീം ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്നൊരു ടീം, കഴിഞ്ഞ വർഷം നമുക്ക് നാട്ടിൽ നിന്നൊരു ടീം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലീഗ് നമുക്ക് ലോങ് ആയപ്പോഴത്തേക്കിന് ആ പ്ലേയേഴ്സിന് വന്ന് താമസിക്കാനുള്ള, അതായത് ഇവിടെ നിൽക്കാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. ജോലി ഇടയ്ക്ക് വരുന്നതല്ലേ. നമ്മൾ നേരത്തെ ചെയ്താൽ വെച്ചാൽ ഒരു ടീമിന് 3 മാച്ച് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു ലീഗിൽ. ഇപ്പോൾ നമ്മൾ ഒരു ടീമിന് 7 മാച്ച് 8 മാച്ച് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്രയും ദിവസം, അതായത് ഒരു ദിവസത്തിലും ഗ്യാപ്പ് ഇടണമല്ലോ. ഇപ്പോൾ 16-17 ദിവസം അവർ ഒന്ന് നിന്ന് ലീഗ് കളിച്ചു. പിന്നെ അങ്ങോട്ട് സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനലൊക്കെ പോകുമ്പോഴത്തേനും അവർ ഓൾമോസ്റ്റ് ഒരു മാസം ഇവിടെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ പ്രവാസികൾക്ക്, ഇപ്പം പുറത്തുള്ള ടീമുകൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെയുള്ള പ്ലേയേഴ്സിന് ആ പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞൊരു 2 വർഷമായിട്ടാണ് ഇത് കൂടുതൽ മാച്ചസിലോട്ട് ഈ ലീഗിനെ കൊണ്ടുവന്നത്. ഇതിൻ്റെ സമ്മാനങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് ഇപ്പം UAE കറൻ്റ്ലി ക്യാഷ് പ്രൈസ് ഉള്ള ഓരോ ടൂർണമെൻറ്റ് ഇതാണ്. വേറെ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നില്ല. നമ്മളുടെ ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രോഫിയാണ്. കസ്റ്റമൈസ് ചെയ്ത് ഓരോ പ്രാവശ്യവും ഡിഫറെൻറ്റ് ട്രോഫീസ് ആയിരിക്കും. ഇന്ന് നമ്മൾ അൺവീൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കാരണം ആൾക്കാർ എപ്പോഴും നോക്കിയിരിക്കുന്നതാണ് MPLന്റെ ട്രോഫി എങ്ങനെ ഇരിക്കും ഓരോ വർഷവും. അത്രയും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ട്രോഫി നാട്ടിൽ നിന്ന്, ഇവിടെ നല്ല നമ്മൾ നാട്ടിൽ നിന്ന് കുറേ ട്രോഫീസ് കണ്ട് സെലക്ട് ചെയ്ത് നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ട്രോഫി എല്ലാ പ്രാവശ്യവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ MPL എപ്പോഴും ഉണ്ട്. ട്രോഫി എപ്പോഴും ഒരു ഡിഫറൻ്റ് ആയിരിക്കും, അതിൻ്റെ യാതൊരു സംശയമില്ല. പിന്നെ ലേഡീസിൻ്റെ ടൂർണമെൻറ്റ് ഉണ്ട്. ലേഡീസിൻ്റെ ആയാലും ഇത്രയും വലിയ ടൂർണമെൻറ്റ് നമ്മൾ ലേഡീസിൻ്റെ ലീഗ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ലേഡീസിൻ്റെ നിന്ന് അവർ ഈവൻ ജേഴ്സി എല്ലാം ഗ്രൗണ്ടും എല്ലാം അവർക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ടാണ് നമ്മൾ അവരുടെ ടൂർണമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ ടൂർണമെൻറ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇത്രയും വലിയ ട്രോഫി ലേഡീസ് ടൂർണമെൻറ്റ് വേറെ ആരും കൊടുക്കാറില്ല. അതിൻ്റെ കൂടെ ക്യാഷ് പ്രൈസും ഉണ്ട്. നമ്മുടെ ഈ വർഷത്തെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് December 29 DC സ്റ്റേഡിയം. ഇപ്പോൾ DC സ്റ്റേഡിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ UAEയിലുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേഡിയമാണ് DC സ്റ്റേഡിയം. അവിടെയാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ January 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഫൈനൽസ് വരുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ബ്ലൂ ഓഷൻ MPL സ്പോൺസർ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ടു സപ്പോർട്ട് ഓൾ ദ യങ് പ്ലേയേഴ്സ് UAEയിൽ. ബ്ലൂ ഓഷൻ്റെ വൺ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് മിസ്റ്റർ സൗരവ് ഗാംഗുലി. അപ്പോൾ ക്രിക്കറ്റിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൂടെ ആയതുകൊണ്ട് വി ആർ വെരി ഹാപ്പി ടു സപ്പോർട്ട് MPL. താങ്ക് യു.